ഇന്ന് നമുക്ക് നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ ഈസി പാലപ്പം വെള്ളയപ്പം മിക്സ് വെച്ചിട്ട് ഒന്ന് പാലപ്പം ഉണ്ടാക്കി നോക്കിയാലോ. സാധാരണ ഞാൻ അരി അരച്ച് ഉണ്ടാക്കാറുണ്ട്, അരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. ഇതാദ്യമായിട്ടാണ് നമ്മുടെ പാലപ്പം മിക്സ് വെച്ചിട്ട് അപ്പം ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ അതാ ഞാൻ നമ്മുടെ പകുതി പൊടിയോളം പാക്കറ്റിനകത്ത് പകുതി പൊടിയോളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇളം ചൂടുള്ള വെള്ളം അതുകൂടി ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നന്നായിട്ട് ഇതാ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരിതിൽ പറയുന്നുണ്ട് നമുക്ക് കോക്കനട്ട് മിൽക്കൊന്നും ആഡ് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. എങ്കിലും ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാൻ ഏകദേശം ഒരു 1.25 മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1.25 മണിക്കൂറിന് ശേഷം നമ്മുടെ അപ്പത്തിനുള്ള മാവ് ദാ ഇങ്ങനെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് അപ്പച്ചട്ടിക്കകത്തൊഴിച്ച് അപ്പം ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ അപ്പച്ചട്ടി ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് കോരി ഒഴിച്ച് നമുക്ക് അപ്പം ഉണ്ടാക്കാം. നല്ല അപ്പമായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ, നമ്മൾ അരി വെള്ളത്തിലിടാൻ മറന്നു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാലപ്പപ്പൊടി ഉണ്ടെങ്കിൽ എളുപ്പം നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ ഈസി പാലപ്പപ്പൊടി അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ എങ്ങനെ ഉണ്ടാവുമെന്ന് ഉള്ളൊരു കൺഫ്യൂഷനാണ് മേടിച്ചത്, പക്ഷേ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.